ജന്മം കൊണ്ട് സവിശേഷമായ മനുഷ്യരാശിയുടെ കഥ. കൈരളിക്കുമേൽ കാവ്യസൗരഭ്യം വാരിത്തൂകിയ വയലാർ, ONV, അയ്യപ്പ പണിക്കർ ഇവരുടെ ചിന്തകളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. കഥ ഭൂമിക്കൊരു ചരമഗീതം. എല്ലാവർക്കും അമ്മയായ ഭൂമി സമസ്ത ജീവജാലങ്ങൾക്ക് ജന്മമേകി അന്നവും കുടിനീരും നൽകി സംരക്ഷിച്ചു പോരുന്ന ഭൂമി അവശയായി ആസന്നമഹിയായി ഇതാ പോകുന്നു സൗരമണ്ഡല പെരുവഴിയിലൂടെ. മരണത്തിലേക്കുള്ള ഈ യാത്രയിൽ അമ്മ ഒറ്റയ്ക്കല്ല, കൂടെ നാം എല്ലാവരും ഉണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ എനിക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷ. ഹൃദയത്തിലന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിലന്നേ കുറിച്ച ഗീതം. അമ്മയ്ക്ക് ഈ കൊലക്കളം ഒരുക്കിയത് ആരെന്നറിയാമോ? നമ്മൾ മക്കൾ. വിധി വൈപരീത്യം അല്ലേ? സമ്പുഷ്ടമായ ഒരു ഗജകാലമുണ്ടായിരുന്നു ഭൂമി മാതാവിന്. സൂര്യന്റെ ഓമനപുത്രിയായി ജനിച്ച് താരുണ്യത്തിന്റെ പ്രശാന്ത സുന്ദരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാലം. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. ആദിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ, നാദതരംഗം പോലെ. അന്ന് മനുഷ്യന് മണ്ണിന്റെ മണമായിരുന്നു. അവന്റെ പാട്ടിന് മുളങ്കാടുകളും കാട്ടാറുകളും ഈണമേകി. മനുഷ്യനും പ്രകൃതിയും ഒന്നായിരുന്ന കാലം. തരുണിയായ ഭൂമി മനുഷ്യന്റെ തലോടിലേക്ക് പൂത്ത പുഷ്പിണിയായി. ഭൂമിക്കന്നു മനുഷ്യൻ നൽകി പൂവുകൾ രോമാഞ്ചങ്ങൾ. കാമുകരായി സന്ധ്യകൾ കാത്തൊരു പ്രേമഗായകരായി. ശ്യാമരമേഘം ചാമരമായി, ചന്ദ്രിക ചന്ദനമായി. മാരിൽ വന്ന വർണ്ണപ്പുടവകൾ വാരിയുടുത്തു ഭൂമി, വാരിയുടുത്തു ഭൂമി. കാലാന്തരത്തിൽ മനുഷ്യരിൽ രണ്ട് വിഭാഗങ്ങൾ ഉത്ഭവിച്ചു. പ്രകൃതിയുടെ സംഗീതം സിരകളിൽ ആവാഹിച്ച് ആ മാസ്മര ലഹരിയിൽ അഭിനമിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഉദരപൂരണത്തിനായി പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികൾ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം. യുഗങ്ങൾക്ക് മുന്നേ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. ത്രേതായുഗത്തിലെ ഒരു സായം സന്ധ്യ. സന്ധ്യയുടെ ഷോഡസുന്ദരമായ സൗന്ദര്യം നുകർന്ന് വനസ്ഥലിലെ അതാ ഒരു മനുഷ്യൻ മന്ദം മന്ദം നടന്നു വരുന്നു. നീണ്ട താടി തീർത്ഥ നൈരകളുമായ ഒരു താമസം. വാൽമീകി, ചില തപസ്വിയായ വാൽമീകി. കൂടെ ശിഷ്യൻ ഭരദ്വാജനുമുണ്ട്. ആറിൻ തീരത്ത് സന്ധ്യതൻ മുന്നിൽ ചാരിൽ കൽപ്പന നിൽക്കുമ്പോൾ ഏതോ ദിവ്യാനുഭൂതികളിങ്ങനെ ഏതോ മണ്ഡലം നിൽക്കുന്നു. നിന്നു നിശ്ചലം ആദിമഹാകവി, നിന്നു താപസൻ വാൽമീകി. നിന്നു നിശ്ചലം ആദിമഹാകവി, നിന്നു താപസൻ വാൽമീകി. ഭരദ്വാജ, നീ കണ്ടോ ആ മരക്കൊമ്പിൽ രണ്ട് ക്രൗഞ്ച പക്ഷികൾ? എന്തൊരു ആനന്ദമാണ് അവയ്ക്ക്! ആ കാഴ്ച നമ്മുടെ മനസ്സിനെ പുളകിതമാക്കുന്നു. ആചാര്യ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. തമ്മിൽ കൊക്കും ചിറകുമൊരുങ്ങി, തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി. തമ്മിൽ കൊക്കും ചിറകുമൊരുങ്ങി, തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി. എന്നാൽ ഇതേ സമയം വാൽമീകിയുടെ കാഴ്ചയ്ക്കപ്പുറത്ത് ഒരു ക്രൂരമായ രംഗത്തിന്റെ അരങ്ങ് ഒരുങ്ങുകയായിരുന്നു. നിന്നു നിശ്ചലം വില്ലും കുലച്ചുകൊണ്ട് അങ്കും കാട്ടിലെ കാട്ടാളൻ. വേട്ടയ്ക്ക് വന്നു വിശന്നു വളർന്നയാൾ കാട്ടം കൊന്നേതു ദൂരത്തിൽ. അമ്പു പറഞ്ഞു ചെന്ന് പെൺപക്ഷിയുടെ ശരീരത്തിൽ തറച്ചു കയറി.
മണ്ണിൽ വീണ് കിടന്ന ജീവന് വേണ്ടി പിടയുന്ന പാവം പക്ഷി. ഇത് കണ്ട വാൽമീകിക്ക് സഹിച്ചില്ല. പക്ഷിക്ക് നേരെ അമ്പെയ്ത വേടനെ നോക്കി അദ്ദേഹം ആജ്ഞാപിച്ചു, മാ നിഷാദ പ്രതിഷ്ഠം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാരേവ മദവി കാമമോഹിതം. പ്രകൃതിയുടെ ഓമനകൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ ഉയർന്ന ആദ്യത്തെ സർഗാത്മക ഘോഷം ഒരു കവിതയായി പുറത്തേക്ക് വന്നു. അരുത് കാട്ടാള, ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വലിച്ച നിനക്ക് നാശം സംഭവിക്കട്ടെ. വിശ്വോത്തര ഇതിഹാസമായ രാമായണ രചനയ്ക്ക് കാരണമായ ആദ്യ കവിത. കാലങ്ങൾ മുന്നോട്ട് പോയി. ഭൂമിക്കെതിരെ മനുഷ്യന്റെ അതിക്രമങ്ങളും ക്രൂരതകളും കൂടി വന്നു. ക്ഷമയാൽ ദരിദ്രിയെന്നാണല്ലോ അമ്മ എല്ലാം ക്ഷമിച്ചു. മാറത്തെ കഞ്ചുകം നീക്കി ഭൂമി മാതാവ് നൽകിയ മുലപ്പാൽ കുടിച്ചവർക്ക് ഒടുങ്ങാത്ത ദാഹം. അമ്മയുടെ ഹൃദയരക്തം കുടിക്കാൻ അവർ കുന്നുകൾ ഇടിച്ചു, കാടുകൾ വെട്ടി, പുഴകളും കായലും കൃഷിസ്ഥലങ്ങളും നികത്തി ഫ്ലാറ്റുകൾ നിർമ്മിച്ചു. ഭൂമി മാതാവിന്റെ ആർത്തനാദം കേട്ട് ഒരു സംഘം ആൾക്കാർ അവിടേക്ക് എത്തി. അരുത്, അരുത്, നശിപ്പിക്കരുത്, കുന്നുകൾ ഇടിക്കരുത്, കാടുകൾ വെട്ടരുത്. ജീവജാലങ്ങൾക്ക് ജീവാമൃതം നൽകുന്ന അമ്മയുടെ ഹൃദയമാണത്, അമ്മയുടെ മാറിടമാണത്, അത് നശിപ്പിക്കരുത്. നിങ്ങളുടെ ചെയ്തികളുടെ മനസ്സിലാക്കുന്നത് ഭാവി തലമുറയാണ്. അരുത്, ചെയ്യരുത്. കാടുവിട മക്കളെ, വീടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേദവിട മക്കളെ, കാടുവിട മക്കളെ, വീടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേദവിട മക്കളെ. ഒരു പ്രകൃതസേനകൾ വന്നേക്കുന്നു. കാടുകൾ വെട്ടാനും കുന്നുകൾ ഇടിക്കാനും ഞങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പെറ്റമ്മയായ അമ്മ, പെറ്റമ്മയായ ഭൂമിയെ കളങ്കപ്പെടുത്തിയ, മാനഭംഗപ്പെടുത്തിയ ഹേ മനുഷ്യ, നിന്റെ നാശം, നിന്റെ അന്ത്യം അടുത്തെത്തിയിരിക്കുന്നു. മൃഗയുടെ ബലിക്കാക്ക കൊത്തി മുണ്ടക ശിരസ്കയായി ഭ്രഷ്ടയായി സൗരമണ്ഡല പ്രകൃതിയിലൂടെ നടക്കുന്ന അമ്മേ, അനുനിമിഷം മരണത്തിലേക്ക് പോകുന്ന അവിടത്തേക്ക് ഞാൻ ആത്മശാന്തി നേരുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ എനിക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലങ്ങേ കുറിച്ച ഗീതം, ഹൃദയത്തിലങ്ങേ കുറിച്ച ഗീതം, ഹൃദയത്തിലങ്ങേ കുറിച്ച ഗീതം, ഹൃദയത്തിലങ്ങേ കുറിച്ച ഗീതം. നന്ദി, നമസ്കാരം.